പിതാവും പുത്രനും പരിശുദ്ധമായ സത്യ ഏകദൈവത്തിന് മഹത്വം. അവന്റെ നാമം എല്ലായ്പ്പോഴും നമ്മളിലും പരിശുദ്ധ സഭയിലും എന്നും എല്ലായ്പ്പോഴും മഹത്വപ്പെട്ടിരിക്കുന്നതാകട്ടെ. ഈ രാത്രിയിൽ നിങ്ങളോടൊരുമിച്ച് മൈലച്ചൽ കൺവെൻഷൻ, സെയിന്റ് തോമസ് ഇവാഞ്ചലിക്കൽ ചർച്ച് ഓഫ് ഇന്ത്യ ഫെലോഷിപ്പ് 64 കൺവെൻഷന് ആയിരിക്കുവാൻ വചനം സംസാരിക്കുന്നതിന് നിങ്ങളോടൊപ്പം ഇങ്ങനെ ഒരു അവകാശവും കൂടെ ലഭിച്ചതിൽ ഞാൻ ദൈവത്തിന് നന്ദി അറിയിക്കുന്നു. അതിനായിട്ട് എന്നെ ക്ഷണിച്ച അഭിമന്യ തിരുമേനിയോടും സഭയുടെ എല്ലാ ഭാരവാഹികളോടും എൻ്റെ സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. ദൈവഭക്തിയിൽ ജീവിക്കുക എന്ന് പറയുന്നത് വളരെ പരിശ്രമമുള്ള ഒരു കർത്തവ്യമായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ എങ്ങനെ നമുക്ക് ദൈവഭക്തിയുള്ള, ദൈവത്തോട് ചേർന്ന് നടക്കുന്ന, ദൈവം പ്രസാദിക്കുന്ന, ദൈവ അനുഗ്രഹം എല്ലായ്പ്പോഴും ലഭിക്കുന്ന ഒരു ജീവിതം, ഒരു കുടുംബം വളർത്തിയെടുക്കുവാൻ സാധിക്കും എന്ന് ഈ രാത്രി നമുക്ക് ചിന്തിക്കാം. 2 വാക്യങ്ങളാണ് എൻ്റെ മനസ്സിൽ ഇന്ന് വൈകുന്നേരത്തെ ഈ ചിന്തയ്ക്കായി ഓടി വന്നത്. ആ 2 വാക്യങ്ങളും നമുക്ക് വളരെ നന്നായി അറിയാവുന്ന വാക്യങ്ങളാണ്. ഒന്നാമത്തെ വാക്യം മർക്കോസ് എഴുതിയ സുവിശേഷത്തിന്റെ 10-ാം അധ്യായം അതിന്റെ 51-ഉം 52-ഉം വാക്യങ്ങളാണ്. കർത്താവ് തമ്പുരാൻ അദ്ദേഹത്തിന്റെ പരസ്യ ശുശ്രൂഷ കാലത്ത് കുരുടനായ ഒരു മനുഷ്യനോട് ചോദിച്ച ഒരു ചോദ്യമാണ്. ഇവന് കാഴ്ച വേണമായിരുന്നു. അപ്പോൾ കർത്താവ് അവന്റെ നിലവിളിയെല്ലാം കേട്ടിട്ട് ഒരു കുഞ്ഞു ചോദ്യം ചോദിച്ചു. യേശു അവനോട്, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്ന് നീ ഇച്ഛിക്കുന്നു എന്ന് ചോദിച്ചു. വാട്ട് ഷുഡ് ഐ ഡു ഫോർ യു? ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം എന്ന് നീ ഇച്ഛിക്കുന്നു അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നു. 2-ാമത്തെ വാക്യം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 28 മുതലുള്ള വാക്യങ്ങളാണ്. അവിടെ ഈ കുരുടനായ മനുഷ്യനോട് കർത്താവ് ചോദിക്കുന്നു, ഇത് ചെയ്യുവാൻ എനിക്ക് കഴിയും എന്ന് നീ വിശ്വസിക്കുന്നു? ഡു യു ബിലീവ് that I can do it for you? 2 ചോദ്യങ്ങളാണ്. ഒന്ന്, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു തരണം എന്ന് നീ ആഗ്രഹിക്കുന്നു. 2, നീ ആഗ്രഹിക്കുന്ന കാര്യം എനിക്ക് ചെയ്തു തരുവാൻ കഴിയും എന്ന് നീ വിശ്വസിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ എല്ലാ ദിവസവും എല്ലാ നേരവും നമ്മോട് തന്നെ നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങളാണ്.
നമുക്കെല്ലാം ഒത്തിരി അനുഗ്രഹങ്ങളുണ്ട്, സമൃദ്ധി ഉണ്ടാകും, സന്തോഷമുണ്ടാകും, സമാധാനം ഉണ്ടാകും, മറ്റുള്ളവരെക്കാളും ജയിക്കണം, എല്ലാറ്റിലും മേന്മയേറിയ ഒരു ജീവിതം നമുക്ക് വേണം. ഇതെല്ലാം നമ്മുടെ ആഗ്രഹങ്ങളാണ്. ദൈവത്തിന്റെ അടുത്ത് കടന്നു വന്ന് നമ്മൾ കർത്താവിനോട് ചോദിക്കുകയും ചെയ്യും. എന്നാൽ നാം പലപ്പോഴും ചോദിക്കുകയേ ഉള്ളൂ, പക്ഷെ അത് വിശ്വസിക്കുന്നില്ല. ദൈവം എല്ലാറ്റിനും കഴിവുള്ളവൻ, ശക്തൻ, അസാധ്യങ്ങളെ എനിക്ക് സാധിപ്പിച്ചു തരുവാൻ കഴിവുള്ളവൻ എന്ന് നാം പറയുമെങ്കിലും അത് വിശ്വസിക്കുവാനും അത് എന്റെ ആവശ്യത്തിന്, എന്റെ ജീവിതത്തിൽ ദൈവത്തിന് ചെയ്തു തരുവാനും കഴിയുമോ എന്ന ചോദ്യം എല്ലായ്പ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകും, എന്റെ മനസ്സിലുണ്ടാകും. നമ്മൾ ഓരോരുത്തരും ഓരോ ജീവിതത്തിന്റെ ഘട്ടത്തിൽ ജീവിക്കുന്നവരാണ്. ആ ജീവിതത്തിന്റെ ഘട്ടങ്ങൾ അഭിമുഖീകരിക്കുവാൻ നമുക്ക് ത്രാണിയില്ലാതെ വരുമ്പോൾ നാം കുഴഞ്ഞു പോകുന്നവരാണ്. ആ കുഴച്ചിൽ, ആ കൺഫ്യൂഷൻസിൽ, ആ ഇല്ലായ്മയുടെ, നൈരാശ്യത്തിന്റെ, ഒന്നുമില്ലായ്മയുടെ, സന്ദേഹങ്ങളുടെ, നിസ്സഹായ അവസ്ഥയുടെ നേരങ്ങളിലാണ് ഈ ചോദ്യങ്ങൾ നമ്മുടെ മുൻപിൽ എപ്പോഴും ഉയർന്നു വരുന്നത്. എന്നാൽ കർത്താവ് തമ്പുരാൻ നമ്മളോട് പറയുന്നു, നീ വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. നിന്റെ വിശ്വാസം പോലെ നിനക്ക് ഭവിക്കട്ടെ. അതുകൊണ്ട് തന്നെയാണ് വിശ്വാസം എന്ന ആ പദം സാധാരണ നമുക്ക് ഒരു വ്യക്തിയിൽ ഉണ്ടാകുന്ന ആശ്രയമോ വിശ്വാസമോ അല്ലെങ്കിൽ ദൈവം നല്ലവനാണെന്ന് നമ്മൾ പറയുന്നതിലുള്ള ആ വിശ്വാസമോ മാത്രമല്ല, കർത്താവ് തമ്പുരാൻ പറഞ്ഞാൽ ആ പറഞ്ഞത് മുഴുവൻ അതേപടി അക്ഷരാർത്ഥത്തിൽ കർത്താവ് ചെയ്തു തരും എന്നുള്ള സംശയമില്ലാത്ത വിശ്വാസമാണ് വിശ്വാസം എന്ന് പറയും. ഇംഗ്ലീഷിൽ ബിലീഫ് എന്ന് പറയും, ഫെയ്ത്ത് എന്നും പറയും. നമുക്കതിനെല്ലാം ഏകദേശം ഒരു വാക്യവും. നമ്മുടെ കുടുംബത്തിൽ നമുക്ക് അന്യോന്യം വിശ്വാസം ഉണ്ടാവും, കുഞ്ഞുങ്ങളിൽ വിശ്വാസം ഉണ്ടാവും, ഭാര്യയ്ക്ക് ഭർത്താവിൽ വിശ്വാസം ഉണ്ടാവും, ഭർത്താവിന് ഭാര്യയിൽ വിശ്വാസം ഉണ്ടാവും, മാതാപിതാക്കന്മാർക്ക് കുഞ്ഞുങ്ങളിൽ വിശ്വാസം ഉണ്ടാവും. ആ വിശ്വാസം എന്ന് പറയുന്നത് നമ്മൾ സാധാരണ കോൺഫിഡൻസ് എന്ന് പറയും. ദൈവം എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുവാൻ ശക്തൻ എന്ന് ആ വിശ്വാസം അതിനേക്കാൾ അപ്പുറമായി. അതുകൊണ്ടാണ് എപ്പോഴും നമ്മൾ പ്രസംഗിക്കുമ്പോഴും പഠിപ്പിക്കുമ്പോഴും ഒക്കെ വിശ്വാസത്തിൽ വേരൂന്നണം എന്ന് പറയുന്നു. ഗോ ഡീപ് ഇൻ ഫെയ്ത്ത്. ആടി ഉലഞ്ഞ് എപ്പോഴും സംശയിക്കുന്നവരായി തീരാതെ വേറെ
ആഴത്തിലേക്ക് തുടർമാനമായി തടസ്സമില്ലാതെ ഒരു വൃക്ഷം താഴേക്ക് ഇറക്കുന്നത് പോലെ നമ്മളിലുള്ള ആ ചെറിയ വിശ്വാസം അത് വളർന്ന് 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 തമ്പുരാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും സംശയിക്കാതെ ഏറ്റെടുക്കുവാൻ കഴിയുമ്പോഴാണ് ആ വിശ്വാസത്തിൽ നമുക്ക് ഉറപ്പുണ്ടാകുന്നത്. നമ്മുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടണം. കുടുംബത്തെക്കുറിച്ചുള്ള ദൈവിക ഉദ്ദേശ്യം നിറവേർത്തിക്കപ്പെടണം. കുടുംബം ദൈവത്തിൽ കേന്ദ്രീകൃതമാകണം. കുടുംബത്തിൽ ദൈവകൃപ പകരപ്പെടണം, അല്ലെങ്കിൽ നിറയപ്പെടണം. ഇങ്ങനെ ഒത്തിരി നല്ല ആഗ്രഹം. അതിനുവേണ്ടി നാം എന്താണ് ചെയ്യേണ്ടത്? What should we do? നാം ചെയ്യേണ്ടത് ഈ നിത്യമായ ദൈവവചനം തിരുവെഴുത്തുകളിൽ നമ്മുടെ ജീവിതം അധിഷ്ഠിതമാകുക എന്നുള്ളതാണ്, കേന്ദ്രീകൃതമാകുക എന്നുള്ളതാണ്. ഇതിൽ തമ്പുരാൻ പറഞ്ഞിരിക്കുന്നത് അതേപടി ചോദ്യം ചെയ്യാതെ വിശ്വസിക്കുക എന്നുള്ളതാണ്. ഞാൻ പയ്യനായിരുന്നപ്പോ വടക്കേണ്ടിലൊക്കെ മിഷണറി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പോയപ്പോ എന്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന ലീഡേഴ്സ് അവർ പറഞ്ഞു തന്ന 5 കാര്യങ്ങൾ ഈ തിരുവെഴുത്തുകളെ കുറിച്ച്. What I must do when I read the Holy Scripture, or what are the responses should I have toward the Holy Scripture. തിരുവെഴുത്തുകളോട് എനിക്ക് ഉണ്ടാകേണ്ട സമീപനം, തിരുവെഴുത്തുകൾ വായിക്കുമ്പോൾ ഞാനെന്ത് ചെയ്യണം, എന്ത് പ്രതികരണങ്ങൾ എനിക്കുണ്ടാകും. 1, ഇത് ഞാൻ വായിക്കുക, ഇത് ഞാൻ കേൾക്കുക. 3, അത് ധ്യാനിക്കുക. 4, അത് പഠിക്കുക. 5, അത് മനഃപ്പാഠമാക്കുക. ഇന്ന് വൈകുന്നേരം നമ്മൾ വചനം വായിച്ചത് 2 വാക്യമേ വായിച്ചത്. സൺഡേയില് നമ്മൾ ഡിവൈൻ ലിറ്ററേച്ചി ആരാധനക്രമം, അതിനകത്ത് അച്ഛൻ പറയും, അല്ലെ മൂപ്പൻ പറയും, നമുക്ക് ശ്രദ്ധയോടുകൂടെ ദൈവത്തിന്റെ വായിച്ചു കേൾക്കുന്ന വചനത്തെ ശ്രവിക്കാം. 2 things. 1 ശ്രവിക്കാം, 1 വായിക്കുന്നു. സോ വായന എന്ന് പറയുന്നത് വളരെ ആവശ്യമാണ്. ചോദ്യം എന്താ? നമ്മുടെ കുടുംബത്തിൽ ദൈവവചന വായനയുണ്ടോ? എന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവവചനത്തിന്റെ വായന ഉണ്ടോ? Do I read consistently, regularly, systematically the Holy Scripture, the Word of God? 2, വായിക്കുമ്പോൾ കേൾക്കണം, ശ്രദ്ധയോടെ കേൾക്കണം. ഞാൻ വചനം വായിച്ചാൽ എന്റെ ചെവിക്കകത്ത് കേട്ടിട്ട് ഇതിനകത്തോട്ട് പോയി ഇവിടെ നിന്ന് താഴോട്ട് ഹൃദയത്തിലോട്ട് ഇറങ്ങി വരുന്നത് പോലെ ഞാൻ കേൾക്കുന്നു. നോട്ട് ജസ്റ്റ് ലിസ്ണിങ്, ഞാൻ കേൾക്കുന്നുണ്ട്, പോകുന്ന വഴിക്ക് പാട്ട് കേൾക്കുന്ന പോലെ, മ്യൂസിക് കേട്ടോണ്ട് കിടന്ന് ഉറങ്ങുന്നത് പോലെ. അങ്ങനെയല്ല. ഇത് കേട്ട് ഗ്രഹിക്കത്തക്കവണ്ണം നമ്മൾ കേൾക്കണം. ലിസൺ അറ്റൻറ്റീവ്ലി, വളരെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് തിരുവെഴുത്ത് നാം വായിച്ച് കേൾക്കണം. ഇത് കേൾക്കുമ്പോൾ ചെവിക്കകത്തൂടെ ഈ തലമണ്ട കയറി
ഈ തലമണ്ടയിൽ നിന്ന് ഇങ്ങോട്ട് ഹൃദയത്തിൽ വേണം. ദാറ്റ് ഈസ് ദ കൈൻഡ് ഓഫ് ലിസണിങ് വി നീഡ്. അങ്ങനെയുള്ള ശ്രദ്ധയോടെ ദൈവവചനം കേൾക്കുന്ന ഒരു സമീപനം നമ്മളിലുണ്ടാവും, കുടുംബത്തിലുണ്ടാവും. ഞാൻ വളർന്നു വന്നപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ കുടുംബ പ്രാർത്ഥന വളരെ സ്ട്രിക്റ്റ്. ഞങ്ങളുടെ വീട്ടിൽ 7 മക്കളാണ്, ഞാൻ 6ാമത്തെ. 7 പേരും കൂടി ഇരുന്ന് വചനം വായിക്കാൻ തുടങ്ങിയാൽ എത്ര സമയം എടുക്കും നിങ്ങൾ പറയും? എന്നിട്ട് അപ്പച്ചനുമുണ്ട്, അമ്മച്ചിയുണ്ട്. 9 പേരാ ഒരു കൊച്ചു ആരാധനയുടെ പകിട്ട. 2 പാട്ടിൽ കുറഞ്ഞ പാട്ടില്ല, 2എങ്കിലും പാടിയിരിക്കും. എല്ലാവരും വചനം വായിക്കും. അത് വചനം വായിക്കുമ്പോൾ ഓരോ പുസ്തകങ്ങൾ തുടർമാനം, ചാപ്റ്റേഴ്സ്, അധ്യായങ്ങൾ തുടർമാനമാണ് വായിക്കുന്നത്. 4ഉം 5ഉം വാക്യം എങ്കിലും ഓരോരുത്തരും വായിക്കും. സങ്കീർത്തനവും വായിക്കും എല്ലാ ദിവസവും. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ 9 പിള്ളേരുണ്ടെങ്കിൽ പെണ്ണിൽ നിന്നൊരാളും ആണിൽ നിന്നൊരാളും 2 പേരെങ്കിലും പ്രാർത്ഥിച്ചില്ല. ഇത് കഴിഞ്ഞിട്ട് ഒന്നിൽ എൻ്റെ അമ്മ, അല്ലെ എൻ്റെ അപ്പച്ചൻ. ഇത്രയും നീണ്ട കുടുംബ പ്രാർത്ഥനയാണ് ഞാൻ വളർന്നു വന്നപ്പോൾ ഉണ്ടായിരുന്നത്. വെള്ളി ശനി കുടുംബ പ്രാർത്ഥനയുടെ അവസാനം സൺഡേ സ്കൂളിലുള്ള മനഃപ്പാഠവാക്യവും പറഞ്ഞിരിക്കണം. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇച്ചിരി കഞ്ഞി കിട്ടും. എത്ര വിശപ്പാന്ന് പറഞ്ഞാലും തലേക്കുത്തി പറഞ്ഞാലും എടാ പോയി പ്രാർത്ഥിക്കേ, കുടുംബ പ്രാർത്ഥന കഴിഞ്ഞിട്ടേ ഇതുള്ളൂ. ഇത് നമ്മുടെ വീട്ടിൽ, ഭവനത്തിൽ വളരെ അത്യന്താപേക്ഷിതമാണ്. വചനം ഇങ്ങനെയുള്ള കൺവെൻഷനുകളിലോ ഞായറാഴ്ച ചെല്ലുമ്പം കേൾക്കുന്ന 10-20 മിനിറ്റ് വചനം കേട്ടാൽ നമുക്ക് പോരാ. ദൈവത്തിന്റെ വചനം നമുക്ക് ആഹാരം, ഇറ്റ്സ് എ ഫുഡ്. അപ്പൊ ഇത് നമ്മൾ കേൾക്കണം, വായിക്കണം, പഠിക്കണം. ഇന്നിപ്പോ ഞാൻ പ്രസംഗിക്കുന്ന ഒരു കൺവെൻഷൻ പ്രസംഗം പോലെ, ഒരു സ്റ്റഡി പോലെ പഠിക്കണം. ഓരോ വിഷയങ്ങളെടുത്ത് അത് നമ്മൾ അതിനെ അയവിറക്കി എന്തുമാത്രം ഗഹനമായി ചിന്തിക്കാമോ അത്രമാത്രം നമ്മൾ ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യും. ഹൃദിഷ്ഠമാക്കണം. 4, ധ്യാനിക്കുക. ധ്യാനിക്കുക എന്ന് പറഞ്ഞാൽ വായിച്ചു, കേട്ടു, പഠിച്ചു. ഇനി ഇത് എന്നോട് എന്താ പറയാൻ? ഞാൻ എന്താണ് ഇത് കേട്ടിട്ട് ചെയ്യേണ്ടത്? ഞാൻ എന്താണ് എന്റെ ജീവിതത്തിൽ നിന്ന് ഇത് കേട്ടിട്ട്, ഇത് പഠിച്ചിട്ട് വിട്ടുകളയേണ്ടത്, ത്യജിക്കേണ്ടത്? എന്താണ് ഞാൻ സ്വീകരിക്കേണ്ടത്? ചിലപ്പോൾ ഒരു നല്ല മോറൽ ലെസൺ ആയിരിക്കാം, ധാർമ്മിക പാഠമായിരിക്കാം, ചിലപ്പോൾ ഒരു വാക്തത്വമായിരിക്കാം. അപ്പം നമ്മൾ അതിനെ ധ്യാനിച്ച് നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ജീവിതത്തിൽ ഏറ്റെടുക്കുക. അങ്ങനെ ഏറ്റെടുക്കുമ്പോഴാണ് നമുക്കത് പ്രായോഗിക തലത്തിൽ കൊണ്ടുവരാൻ. ഐ ഷേ പ്രാക്ടീസ് ആൻഡ് അപ്ലൈ. അത് പ്രാക്ടീസ് ചെയ്യാന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യുക. MBBS പഠിച്ചിട്ട് ഞാൻ ഡോക്ടറാണെന്നും പറഞ്ഞ് ഡിഗ്രിയും പേപ്പറും വെച്ചുകൊണ്ടിരുന്നാൽ ആരും അവിടെ അടുത്ത് പോകത്തില്ല. ഓരോ ദിവസവും രോഗിയെ കാണുമ്പം, അല്ലെ രോഗിയെ കണ്ടുമുട്ടിയിട്ട് ആ രോഗിയുടെ അസുഖം എന്താണെന്ന് ഡൈസെക്ട് ചെയ്ത് അതിനനുസരിച്ചുള്ള മരുന്ന്
കൊടുത്ത് അത് അവന്റെ ജീവിതത്തിൽ പഠിച്ചതെല്ലാം പ്രാക്ടീസ് ചെയ്തു വരുമ്പോഴാണ്, പ്രായോഗിക പദത്തിലാക്കി വരുമ്പോഴാണ് ആ ഡോക്ടർ നൈപുണ്യമുള്ള വിദഗ്ധനായ ഒരു ഡോക്ടർ. എന്നതുപോലെയാണ് ദൈവത്തിന്റെ വചനം കേൾക്കുക മാത്രമല്ല, പഠിക്കുക മാത്രമല്ല, ധ്യാനിക്കുക മാത്രമല്ല, അത് വായിച്ച് മറ്റുള്ളവരെ കേൾപ്പിക്കുക മാത്രമല്ല, അത് ഞാൻ ഏറ്റെടുത്ത് എന്റെ ജീവിതത്തിൽ പ്രായോഗികമാക്കണം. I need to live the word of God. നമുക്ക് യേശു തമ്പുരാൻ പറഞ്ഞ ഈ വാക്യം അറിയാം. ഉപവാസമെല്ലാം കഴിഞ്ഞിട്ട് മലയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ പിശാചിന്റെ അടുത്ത് വന്ന് 4 പരീക്ഷണങ്ങൾ. അപ്പം കർത്താവ് പറഞ്ഞ ഉത്തരങ്ങൾ നമുക്കറിയാം. അതിലൊരു ഉത്തരം ഇതായിരുന്നു: മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കും. അതിനെയാണ് പ്രാക്ടീസ് ചെയ്യാൻ. യു ബ്രിങ് the word of God live and daily in practice for every need and every situation of our life. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോഴാണ് വിശ്വാസം വർദ്ധിക്കുന്നത്. ഈ ഡോക്ടർ ഓരോ രോഗി അടുത്ത് വരുമ്പോൾ രോഗിയുടെ ലക്ഷണങ്ങളും രോഗിയുടെ അസുഖവും എല്ലാം വ്യത്യസ്തമാണ്. പനി 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 നമ്മൾ പറയും. എല്ലാ പനിയും ഇപ്പോഴും വ്യത്യാസമാണ്. പണ്ടൊക്കെ ഞാനൊക്കെ ജനിച്ചു പോകുന്ന സമയത്ത് പനി എന്ന് പറഞ്ഞാൽ അത് ചെറിയ ജലദോഷമാടാ എന്ന് പറയാൻ പോലും. ഇന്ന് ജലദോഷമെന്ന് പറഞ്ഞു വിട്ടാൽ അടുത്തിരിക്കുന്നവനും അപ്പുറത്തുള്ളവനും ഞാൻ കൊടുത്തിട്ടേ പോകത്തുള്ളൂ, അല്ലേ? സോ ആ അസുഖത്തെ ഞാൻ മനസ്സിലാക്കി എന്റെ അറിവിൽ നിന്ന് ആ അസുഖത്തിന് ആ വ്യക്തിക്ക് ആവശ്യമായ മെഡിസിന്റെ കോമ്പിനേഷൻ ശരിയാക്കി കൊടുക്കുമ്പോഴാണ് എന്റെ ആ പ്രാക്ടീസ് ബെറ്റർ ആകും. ഞാൻ വിദഗ്ധനാകും. അതിൽ ഞാൻ ഏറ്റവും നൈപുണ്യമുള്ളവനാകും എന്ന് പറയുന്ന പോലെ. അപ്പം നമ്മൾ പറയും, ചോദിപ്പീൻ എന്നാൽ കിട്ടും, മുട്ടുവീൻ തുറക്കപ്പെടും, അന്വേഷിപ്പീൻ കണ്ടെത്തും. എത്ര പ്രാവശ്യം നമ്മളത് പറയും. പക്ഷെ ഇത് പറയത്തേ ഉള്ളൂ, നമ്മൾ വിശ്വസിക്കത്തില്ല. ആരാ ആ വാക്യം പറഞ്ഞത് നമ്മളോട്? ആ വാക്യത്തിന് തന്ന ആരാ? കർത്താവായ യേശു ക്രിസ്തു. കർത്താവ് പറഞ്ഞു, ചോദിപ്പീൻ എന്നാൽ കിട്ടിയേക്കാം, എനിക്ക് മനസ്സുള്ളപ്പം തരാം, നീ ഇന്ന രീതിയിൽ പ്രാർത്ഥിച്ചാൽ തരാം. അങ്ങനൊന്നും അല്ലത്. ചോദിപ്പീൻ അബ്സല്യൂട്ട് കിട്ടും, മുട്ടുവീൻ തുറക്കപ്പെടും, അന്വേഷിപ്പീൻ കണ്ടെത്തും. നമ്മുടെ കുഴപ്പമെന്ന് പറഞ്ഞാൽ പ്രാർത്ഥിച്ചിട്ട് ഉടനെ കിട്ടണം, അല്ലേ? ഇപ്പം പ്രാർത്ഥിച്ച് അങ്ങോട്ട് കണ്ണ് തുറക്കുമ്പോഴത്തേക്ക് എനിക്കതെല്ലാം കിട്ടണം. ആ കിട്ടിയില്ലെങ്കിൽ കർത്താവ് പ്രാർത്ഥന കേട്ടു, പുള്ളി അവിടെ നിന്ന് എന്ത് കൊടുക്കുക? ഉറക്കം തൂങ്ങുക. അതോ ഞാൻ പാപിയാണ്, ഞാൻ പാപം ചെയ്തു? നമ്മൾ ഒരു 100,000 വേണ്ടാത്ത കാര്യങ്ങളിലേക്ക് നമ്മുടെ മനസ്സ് കൊണ്ടുപോകും. അത് പിശാച് കൊണ്ടുവരുന്നു. പാപം ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നത് ഏറ്റു പറഞ്ഞു ഉപേക്ഷിക്കുക. പക്ഷേ കർത്താവ് പറഞ്ഞതിനെ നീ വിശ്വസിക്കുക. വാക്ക് പറഞ്ഞാൽ കർത്താവ് വാക്ക് മാറത്തില്ല. അത് ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളിലും, വലുതാണെങ്കിലും ചെറുതാണെങ്കിലും. കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം 2 ലക്ഷം രൂപ വേണം, അതിനു വേണ്ടിയാണെങ്കിൽ. ഒരു ചെറിയ പനി വന്നു, അതിന് സൗഖ്യത്തിനാണ്. ആത്മീയമായ രീതിയിൽ വളരണം. സ്നേഹിക്കാൻ അറിയുന്നില്ല, എനിക്ക് സ്നേഹിക്കണം, എല്ലാവരോടും കനിവോടെ ഇടപെടണം, ക്ഷമിക്കണം, ഇതെല്ലാം നല്ല ആഗ്രഹമാണ്, പ്രാർത്ഥിക്കുന്നു. പക്ഷേ എന്നെ കൊണ്ടാവുന്നില്ല. അതിന് ഞാൻ എന്ത് ചെയ്യണം? ദൈവം പറഞ്ഞതിനെ ഞാൻ വിശ്വസിച്ച് അതിൽ ഉറച്ചു നിൽക്കണം. ആ ദൈവത്തിന്റെ സ്വഭാവം അന്നേരമാണ് നമ്മളിൽ വളരുന്നത്. അപ്പൊ നമ്മുടെ കുടുംബത്തിൽ ഈ പ്രാക്ടീസ് എപ്പോഴും ഉണ്ടാകും.
ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുന്ന ഒരു കുടുംബമായി മാറുവാൻ തിരുവെഴുത്തുകളെ നമ്മൾ വായിക്കുക. ഞാനൊരു ചോദ്യം ചോദിക്കാം. നിങ്ങൾ ഏറ്റവും കൂടുതൽ വായിക്കുന്നത് എന്താ? എന്താ വായിക്കുന്നത്? വാട്ട് ഡു യു റീഡ് ദ മോസ്റ്റ്? നോവൽ ആണോ? ഇന്നിപ്പം വാട്സാപ്പും ഇന്റർനെറ്റും എല്ലാം ഉള്ളത് കൊണ്ട് പുസ്തകം വായിക്കുക എന്ന് പറഞ്ഞാൽ അത് തമാശ പോലെ തോന്നും. ഇത് നമ്മള് ഇതങ്ങോട്ട് കയ്യിൽ പിടിച്ചോണ്ടിരുന്നാൽ റോഡിൽ കൂടെ നടന്നു പോകുമ്പോഴും ഇതെല്ലാം നോക്കുന്നത്. വണ്ടി വന്നിടിച്ച് തള്ളിയിട്ടാലും അറിയത്തില്ല, ഇല്ലയോ? ഇന്ന് ഞാൻ ഇങ്ങോട്ട് വണ്ടി ഓടിച്ച് വന്നപ്പം ഒരു ചെറുപ്പക്കാരൻ നല്ല ഓഫീസിലാണ് പോയിട്ട് വരിക. 40 വയസ്സാണ് കണ്ടിട്ട്. അദ്ദേഹം ഇങ്ങനെ നോക്കിപ്പോന്നു. പക്ഷെ ഒരു നല്ല കാര്യം ഞാൻ കണ്ടുപിടിച്ചു. അദ്ദേഹം ഇങ്ങനെ നോക്കി പോകുമ്പോഴും ഇങ്ങനൊക്കെ പണി ചെയ്തുകൊണ്ടാ പോന്നേ. പക്ഷെ ഒരു നല്ല കാര്യം ഞാൻ കണ്ടുപിടിച്ചു. അദ്ദേഹം റോഡിൽ നിന്ന് മാറി ചുവരോട് ചേർന്നാ പോകുന്നത്. നടപ്പാതെ കൂടെ തന്നെയാ പോകുന്നത്. അപ്പൊ അത്രയും ബുദ്ധി അദ്ദേഹം കാണിച്ചു. പക്ഷെ മറ്റു ചില പിള്ളേരൊക്കെ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതും പിടിച്ചോണ്ട് എന്റെ റോഡായത്, നീ ആരാ എന്നുള്ള ചോദ്യം മനസ്സിൽ ചോദിച്ചോണ്ടാ റോഡിൽ നടുക്കൂടായി നടക്കുന്നത്. ഇത് വണ്ടി വന്നിടിച്ചാലോ, ഇടിച്ച് താഴിട്ടാലും അറിയത്തില്ല. വാട്ട് ഡു യു റീഡ് ദ മോസ്റ്റ്? നമ്മുടെ വീട്ടിൽ, എന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എന്താ നമ്മൾ കൂടുതൽ വായിക്കുന്നത്? തിരുവെഴുത്തുകൾ വായിക്കണം. എന്താ നമ്മൾ കൂടുതൽ കേൾക്കുന്നത്? വാട്ട് ഡു യു ലിസൺ ദ മോസ്റ്റ്? എന്താ കൂടുതൽ കേൾക്കുന്നത്? ഒത്തിരി ഏഷണിയും വൈരാഗ്യവും നോണയും കൊതിയും അസൂയയും കൂട്ടിപ്പിടിപ്പിയും എന്തോ ലോകത്തിലാണ് ജീവിക്കുന്നത്. വാട്ട് ഡു യു ലിസൺ ടുഡേ? എന്താണ് കൂടുതൽ ഇന്ന് നീ കേട്ടത്? ഇപ്പൊ നമ്മളെല്ലാരും ഇവിടെ വന്നിരുന്ന നല്ല ഭക്തന്മാര് അല്ലേ? ഭക്തകളും ഭക്തന്മാരും വചനമൊക്കെ ബൈബിളിൽ കൊണ്ട് നിങ്ങളുടെ കയ്യിലെല്ലാം ബൈബിളുണ്ട്. ഐ ആം വെരി ഹാപ്പി ടു സീ ദാറ്റ്. ഞങ്ങളുടെ മറ്റു താങ്കൂറിലോട്ടൊക്കെ പോയ ആരും ബൈബിൾ കൊണ്ടെത്തുന്നില്ല. സോ നല്ല സ്വഭാവം. വെരി ഗുഡ്, താങ്ക് യു. നിങ്ങളുടെ ഒക്കെ ബൈബിൾ തുറന്നു ഇരിപ്പുണ്ട്. നമ്മുടെ കുഞ്ഞിന്റെ ഒക്കെ ബൈബിൾ തുറന്നു ഇരിപ്പുണ്ട്. വെരി ഗുഡ്. ചില പിള്ളേരൊക്കെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കത്തേ ഉള്ളൂ. ഒന്നും കേൾക്കത്തുമില്ല, ബൈബിളും കൊണ്ടുവരത്തില്ല, ഒന്നും ചെയ്യത്തില്ല. സോ ഗോഡ് ബ്ലെസ് യു. വാട്ട് ഡു യു ലിസൺ ദ മോസ്റ്റ്? ദൈവവചനം കൂടുതൽ കേൾക്കുന്ന അനുസരിച്ചാണ് ദൈവത്തെ കൂടുതൽ പ്രാപിക്കുവാൻ സാധിക്കുന്നത്. ദൈവവചനം കൂടുതൽ കേൾക്കുന്ന അനുസരിച്ചാണ് ദൈവത്തിലുള്ള വിശ്വാസം, ദൈവം തമ്പുരാൻ എന്ത് പറഞ്ഞോ അത് അതുപോലെ വിശ്വസിക്കുവാനുള്ള കരുത്ത്, പ്രാണി, ശക്തി നമ്മൾ ഉണ്ടാകും. വാട്ട് ഡു യു ടോക്ക് അബൌട്ട് ദ മോസ്റ്റ്? നമ്മുടെ വീട്ടിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് എന്താ? നമ്മുടെ സംഭാഷണം എന്താ? Think about it. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ, അറ്റൻഷൻ, കെയർഫുൾ അറ്റൻഷൻ, ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്ന കാര്യം എന്തിനാണ്? ദൈവത്തിനാണോ? തിരുവെഴുത്തുകൾക്കാണോ? ദൈവിക കാര്യങ്ങൾക്കാണോ? വാട്ട് ഇറ്റ് ഈസ്? നമ്മള് ആഗ്രഹിച്ച പോരാ, നമ്മൾ ചെയ്യുക ഇവിടെ വേണം. ഡെവലപ്പ് എ ഹാബിറ്റ്, ഡെവലപ്പ് എ ക്യാരക്ടർ, എ ഡിസിപ്ലിൻ ഓഫ് making your life centered around the word of God. കേൾക്കുന്നതും പറയുന്നതും ശ്രദ്ധിക്കുന്നതും സംസാരിക്കുന്നതും എല്ലാം തിരുവെഴുത്തുകളായിരിക്കണം. തിരുവെഴുത്തുകളാൽ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തി
ദൈവികമായതിനെ പ്രാപിച്ചുകൊണ്ടുള്ള കാര്യങ്ങളായിരിക്കണം നമ്മൾ സംസാരിക്കുന്നത്, നമ്മൾ കേൾക്കേണ്ടത്. അല്ലെങ്കിൽ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബം, ഒരു വ്യക്തി ജീവിതം വളർത്തിയെടുക്കുവാൻ നമുക്ക് കഴിയുകയില്ല. ഇപ്പം പിള്ളേരങ്ങോട്ട് ജനിച്ചു വീണ് മുട്ടുമേൽ നീന്താൻ തുടങ്ങുന്ന സമയം മുതൽ നമ്മൾ ഇതെടുത്ത് അങ്ങോട്ട് കൊടുക്കും, അല്ലയോ? പ്രായമുള്ളവരും പറയും, ചെറുപ്പക്കാരായ മാതാപിതാക്കളും പറയും, എനിക്ക് ഒത്തിരി ജോലിയുണ്ട്. ഈ വട്ടവും ഈ പടമൊക്കെ കണ്ടുകൊണ്ടിരുന്നാൽ ആ കുഞ്ഞിനൊന്നും മനസ്സിലാകത്തില്ലെങ്കിലും ഈ നിറവും എല്ലാം കാണുന്നുള്ളതുകൊണ്ട് അവിടെ അങ്ങനെ അടങ്ങിയിരുന്നോളും, എനിക്ക് എന്റെ കുറെ വർക്ക് ജോലി തീർക്കാൻ പറയും. അപകടം. ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഓസ്ട്രേലിയൻ ഗവൺമെന്റ്, ഓസ്ട്രേലിയ, നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഒത്തിരി പേര് അവിടെ ഉണ്ട്, 16 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ അതിനകത്ത് അവർക്ക് എൻ്റർ ചെയ്യണമെങ്കിൽ മാതാപിതാക്കളുടെ പെർമിഷൻ വേണം എന്ന നിയമം പാസാക്കി പാർലമെന്റ്. Everyone who is below 16 of age must have the permission of the parents. അത് പാർലമെന്റ് പാസാക്കി. നമ്മുടെ ഗവൺമെന്റ് അങ്ങനെ ഉണ്ടാക്കുമോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് അത് ചെയ്യാം. വേണ്ടാത്ത കാര്യങ്ങൾ കാണാനും കാണിക്കുവാനും അതിൽ ഒരു മെച്യൂരിറ്റി, ഒരു പക്വത ഉണ്ടാകുന്നതിന് മുമ്പേ ഇതങ്ങോട്ട് എറിഞ്ഞിട്ട് കൊടുത്തിട്ട് ആ കുഞ്ഞുങ്ങളുടെ മനസ്സും അവരുടെ തിങ്കിങ് കപ്പാസിറ്റി, ചിന്തിക്കുന്നതിന്റെ ആ കഴിവുകളെല്ലാം ഈ ലോകപരമായ രീതിയിലോട്ട് പോയിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഇസ്രായേൽ മക്കളോട് തമ്പുരാൻ പറഞ്ഞത്, നിങ്ങളുടെ വീട്ടിൽ മാതാപിതാക്കന്മാർ നല്ലതുപോലെ ന്യായപ്രമാണങ്ങളെ കുഞ്ഞുങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. നിങ്ങൾ കിടക്കുമ്പോഴും ഇരിക്കുമ്പോഴും നിങ്ങളുടെ കട്ടളമേലും നെറ്റിമേലും എല്ലാം ഇത് എഴുതി വെക്കണം. ഇറ്റ് വാസ് എ സ്ട്രിക്റ്റ് റൂൾ. അപ്പൊ നമുക്ക് അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ ദൈവം പറഞ്ഞ വഴി അനുസരിച്ച് ജീവിക്കുവാൻ നാം തയ്യാറാകും. ആ ഡിസിപ്ലിൻ നമ്മുടെ വീട്ടിലുണ്ടാകും. കുഞ്ഞുങ്ങളെ അതിനനുസരിച്ച് വളർത്തുവാനും പരിശീലിപ്പിക്കുവാനും ക്രമപ്പെടുത്തുവാനും മാതാപിതാക്കന്മാർ വളരെയധികം ഉത്സാഹിക്കണം. ഞാൻ വേറൊരു കുഞ്ഞു ചോദ്യം കൂടെ ചോദിക്കാം. ഇത്രയും നമ്മൾ കേട്ടതിന്റെ വെളിച്ചത്തിൽ ദൈവം നിങ്ങളെക്കുറിച്ച് എന്തു പറയുന്നു എന്നതിലായിരിക്കണം നമ്മുടെ ഐഡന്റിറ്റി. മറ്റുള്ളവർ പറയുന്നതും മറ്റുള്ളവർ ചിന്തിക്കുന്നതും അയൽവക്കത്തുകാരുടെ ജീവിതത്തിന്റെ രീതിയും ഒന്നും ആയിരിക്കരുത് നമ്മളെ നടത്തുന്ന ജീവിതത്തിന്റെ ക്രമം. തമ്പുരാൻ എന്നെ കുറിച്ച് എന്ത് പറയുന്നു, ദൈവം എന്നെ കുറിച്ച് എന്ത് ചിന്തിക്കുന്നു, അതിനനുസരിച്ചായിരിക്കണം എന്റെ ഐഡന്റിറ്റി, എന്റെ വ്യക്തിത്വം, എന്റെ മേൽവിലാസം ഞാൻ വളർത്തിയെടുക്കണം. നമ്മൾ മറ്റുള്ളവരുടെ രീതികളെല്ലാം കണ്ടിട്ട് എനിക്കും അത് വേണം, എനിക്കിത് വേണം, അവനൊരു കാറ് കിട്ടി എനിക്കൊരു കാറ് വേണം, ആ കാറ് മാറ്റിയിട്ട് വേറൊരു കാറ് വാങ്ങിച്ചു എനിക്കത് വേണം, ഇല്ലാത്ത പൈസ എല്ലാം ലോൺ എടുത്ത് ബാങ്കിൽ നിന്ന് കിട്ടുമെന്നും പറഞ്ഞ് നമ്മള് കാറും വാങ്ങിച്ചിടും, കാറ് പാർക്ക് ചെയ്യാൻ സ്ഥലവുമില്ല, ഉള്ള റോഡെല്ലാം ട്രാഫിക് കൺജഷൻ ഉണ്ടാക്കി വഴിയിൽ രണ്ട് സൈഡിലും എല്ലാം പാർക്ക് ചെയ്തിടും, അല്ലേ? എന്നത്തിന് ഇതിന്റെ എല്ലാം പറയുന്നത് നമ്മൾ മറ്റുള്ളവരെ കാണിച്ചിട്ട് നമുക്കൊന്നും ജീവിച്ച് എടുക്കാനൊക്കത്തില്ല, ജീവിതത്തിൽ സമ്പാദിക്കാനൊക്കത്തില്ല, ജീവിതത്തിൽ നേടിയെടുക്കാനൊക്കത്തില്ല. ദൈവം തമ്പുരാൻ എന്നെ കുറിച്ച് എന്ത് പറയുന്നു, ദൈവത്തിന് എന്നെ കുറിച്ച് എന്താണ് ആഗ്രഹം,
എന്റെ കുഞ്ഞിനെ കുറിച്ച്, എന്റെ ഭർത്താവിനെ കുറിച്ച്, എന്റെ ഭാര്യയെ കുറിച്ച്, എന്റെ സഭയെ കുറിച്ച്, എന്റെ പഠിത്തത്തിൽ കൂടെ, വിദ്യാഭ്യാസത്തിൽ കൂടെ ദൈവത്തിന് എന്താണ് എന്നെ കുറിച്ചുള്ള ആഗ്രഹം, ദൈവം എന്നെ കുറിച്ച് എന്ത് പറയുന്നു, അതിനനുസരിച്ച് നമ്മുടെ ഐഡന്റിറ്റി, നമ്മുടെ മേലുല്ലാസം, നമ്മുടെ വ്യക്തിത്വം നമ്മൾ വളർത്തിയെടുക്കണം. അതറിയണമെങ്കിൽ ഈ തിരുവെഴുത്തുകൾ വായിക്കണം. ഇതിനകത്തുണ്ട്. സാത്താൻ വന്ന് നമ്മൾ അതും ഇതെല്ലാം പറയും. അതല്ല നമ്മൾ കേൾക്കേണ്ടത്. കർത്താവിനെ കുറിച്ച് എന്ത് പറയും? ഇനിയും കർത്താവിനെ കുറിച്ച് എന്ത് പറയുന്നു പറഞ്ഞാൽ, കർത്താവിനെ കുറിച്ച് പറയുന്ന ഒരു കാര്യം, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, നിന്റെ പേര് എന്റെ കൈവെള്ളിൽ ഞാൻ എഴുതി വെച്ചിരിക്കുന്നു, നീ എനിക്ക് ഉള്ളവൻ, നീ എനിക്ക് പ്രിയപ്പെട്ടവൻ. അപ്പൊ ഇതാ കർത്താവിനെ കുറിച്ച് പറയുന്നത്. പിന്നെ കർത്താവ് പറയുന്നു, ഞാൻ നല്ല ഇടയനാകുന്നു, നീ ഏത് ജീവിതത്തിന്റെ സാഹചര്യത്തിൽ കൂടെ പോയാലും ഞാൻ നിന്നോടുകൂടെ ഉണ്ട്. വെള്ളത്തിൽ കൂടെ പോയാൽ അവിടെ ഉണ്ട്, നദി നിന്റെ മുകളിൽ കവിഞ്ഞു പോയാലും അവിടെയുണ്ട്, തീയിൽ കൂടെ പോയാലുണ്ട്. So that's what God says about you. അതാ കർത്താവ് നമ്മളെ കുറിച്ച് പറയുന്നത്. അത് നമ്മൾ വിശ്വസിക്കണം. സാത്താൻ പറയുന്നതും അയൽപക്കക്കാരൻ പറയുന്നതും നമ്മളോട് വൈരാഗ്യമുള്ളവർ പറയുന്നതും ഇത് കേട്ട് നമ്മൾ ക്ഷീണിച്ചു പോയാൽ നമുക്ക് വിശ്വാസം ഉണ്ടാകത്തില്ല, ദൈവത്തിൽ വളരത്തില്ല, ദൈവത്തിന് അനുഗ്രഹം പ്രാപിക്കുവാൻ പറ്റത്തില്ല. അതുകൊണ്ട് ദൈവം എന്നെ കുറിച്ച് എന്ത് പറയും? ഇപ്പം ഞാൻ പാപിയാണേ 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 എന്ന് പറയണം, അല്ലേ? പക്ഷേ കർത്താവ് പറഞ്ഞു, നിന്റെ പാപം എന്തും മാത്രം രക്താംബരം പോലെ കടും ചുവപ്പായിരുന്നാലും ഞാൻ അതിനെ ഹിമം പോലെ വെളുപ്പിക്കും. I will make you white as snow. ദൈവത്താൽ കഴിയാത്തതൊന്നുമില്ല എന്നാണ് അതിന്റെ അർത്ഥം. എത്ര കുടുംബാവിയായിരുന്നാലും നിന്റെ പാപത്തെ മാറ്റി തരുവാൻ, ക്ഷമിക്കുവാൻ, കഴുകിക്കളയുവാൻ, ഒരിക്കലും പാപം ചെയ്തിട്ടില്ലാത്ത ഒരു വ്യക്തിയായിട്ട് നിനക്കൊരു അഡ്രസ് തരുവാൻ ദൈവത്തിന് കഴിയും. അതാ ദൈവത്തിന്റെ വാക്തത്വം, അതാ ദൈവത്തിന്റെ വചനം. ഞാൻ ഒരു 3 ആഴ്ചയ്ക്ക് മുമ്പേ ഒരു സ്ഥലത്ത് പോയപ്പോ അവിടുത്തെ ഒരു കൊച്ചമ്മ എന്ന് പറഞ്ഞാൽ അച്ഛന്റെ കൊച്ചമ്മയല്ല, ഒരമ്മ, എന്റെ തിരുമേനി കേരളത്തിലല്ല, വേറെ സ്ഥലത്ത്. എന്റെ ഭർത്താവ് എപ്പോഴും കുളിച്ചിട്ട് വരിക. ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു. ഞാൻ എന്നും പ്രാർത്ഥനയ്ക്ക് വരുന്നുണ്ട്, പള്ളിയിൽ വരുന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ കുടി മാറുന്നില്ല. എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ഞാൻ ജോലി ചെയ്തിട്ട് ഉണ്ടാക്കിക്കൊണ്ട് വരുന്നതും എന്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചുകൊണ്ട് പോയി കുടിച്ചിട്ട് വരിക. പിന്നെ പറഞ്ഞു, എന്റെ തിരുമേനി കുടിച്ചിട്ട് അവിടെ നിന്നും വന്ന് അടങ്ങി അങ്ങ് ഇരുന്നാലും ഇത്ര സ്വസ്ഥത ഉണ്ടായിരുന്നു. ഈ പുള്ളി വന്നു കഴിഞ്ഞാൽ പിള്ളേരെല്ലാം കട്ടിന്റെ കീഴിലോട്ടാവും. പേടിയ പിശാച് വരുന്ന പോലെ വരുന്നു. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഞാൻ എന്തോ പറയേണ്ടത്? എനിക്കതിന്റെ മരുന്നൊന്നുമില്ല. പക്ഷെ ഞാൻ അവിടെ നിന്ന് കർത്താവിന്റെ വചനം പറഞ്ഞു കൊടുത്തു. ഞാൻ പറഞ്ഞു, എന്റെ അമ്മമ്മേ ഭാരപ്പെടണ്ട, ദൈവത്തിനെല്ലാത്തിനും ഒരു സമയമുണ്ട്. ദൈവം അമ്മാമയോട് പറയുന്നത് എന്തുവാ? എന്നിട്ട് ഞാൻ കുറെ വചനങ്ങൾ പറഞ്ഞു കൊടുത്തു. ഇതങ്ങ് വിശ്വസിക്കും. അതിങ്ങനെ കൈവച്ച് ഏറ്റുക. അതൊരിക്കലും സംശയിക്കരുത്. ഇന്നല്ലെങ്കിൽ നാളെ ദൈവം അതിനുത്തരം തന്ന് ഭർത്താവിന് നല്ല സുബോധം കൊടുക്കും, നല്ല ഭക്തനാകും. അപ്പൊ ഈ വചനം നമ്മൾ കേൾക്കണം.
ഞാൻ ചിന്തിക്കുന്ന സമയത്ത് ഒരു കാര്യം നടക്കുന്നില്ലാത്തത് കൊണ്ട് ദൈവം ചെയ്തു തരത്തില്ല, ദൈവം എന്നെ സ്നേഹിക്കുന്നില്ല എന്നല്ല അതിന്റെ അർത്ഥം. ഗോഡ് ലവ്സ് യു. അതാണ് നിന്റെ അഡ്രസ്. നമ്മൾ മഹാപാപിയാണെങ്കിലും ദൈവത്തെ ദോഷം ചെയ്ത്, ദൈവത്തിന്റെ വേല ചെയ്യുന്നവർക്കും ദോഷം ചെയ്ത് നമ്മുടെ ജീവിതം മാത്രം നാശത്തിലേക്ക് കൊണ്ടുവിട്ടാലും കർത്താവ് പറയുന്നു, ഐ ലവ് യു. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. എനിക്ക് നിന്നെ കൊണ്ടൊരു ആവശ്യമുണ്ട്. നിന്നെ സൗഖ്യമാക്കുവാൻ, സുഖപ്പെടുത്തുവാൻ, ഏറ്റവും ശക്തമായ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബം തരുവാൻ, ജീവിതം തരുവാൻ എനിക്ക് നിന്നെ കൊണ്ട് ആവശ്യമുണ്ട്, എനിക്ക് സാധിക്കും. ബട്ട് നമ്മൾ സാത്താൻ പറയുന്നതും മറ്റുള്ളവർ പറയുന്നതും ഒക്കെ കേട്ട് നടന്നു കഴിഞ്ഞാൽ കർത്താവിനത് ചെയ്തു തരാൻ ഒക്കത്തില്ല. സോ ബിലീവ് വാട്ട് ഗോഡ് സേസ്. ദൈവത്തിന് എന്നെ കുറിച്ചുള്ള ഉദ്ദേശ്യം, ദൈവത്തിന് എന്നെ കുറിച്ചുള്ള താല്പര്യം, ദൈവത്തിന് എന്നെ കുറിച്ചുള്ള ദർശനം, അത് മനസ്സിലാക്കി അതിൽ നമ്മൾ ഉറച്ചു വിശ്വസിക്കുക. അങ്ങനെ വിശ്വസിക്കുമ്പോഴാണ് ദൈവത്തിന്റെ ഉദ്ദേശ്യം ദൈവം ആഗ്രഹിക്കുന്ന പോലെ നമ്മുടെ ജീവിതത്തെ വളർത്തിയെടുത്ത് ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നു. നമുക്കെല്ലാം സുപരിചിതമായ ഒരു വാക്യമുണ്ട്. മുൻപേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതോടുകൂടെ. ഞാൻ സാധാരണ ഞങ്ങളുടെ പട്ടക്കാരോടും സുവിശേഷകരോടൊക്കെ പറയുന്നൊരു വാക്യം, അവരുടെ കോണ്ടെക്സ്റ്റ് ഞാൻ പറയും. പക്ഷേ ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ സുവിശേഷ വേലയ്ക്ക് വേണ്ടി മാത്രമുള്ള രാജ്യമല്ല. നമ്മളെ എല്ലാവരെയും ദൈവത്തിന്റെ രാജ്യത്തിന്റെ അംഗങ്ങളാക്കി, അഡ്രസ് ഉള്ളവരാക്കി. ഇപ്പൊ നമ്മുടെ അഡ്രസ് എന്താണെന്ന് ചോദിച്ചാൽ ഗോഡ്, ഹെവൻ ആൻഡ് ദെൻ വാട്ടെവർ എൽസ്. അതാണ് എന്റെ അഡ്രസ്. അത്രമാത്രം ഉറപ്പും ധൈര്യവും ദൈവം പറഞ്ഞ കാര്യത്തിൽ എനിക്കുണ്ടാകും. അതുണ്ടാവണമെങ്കിൽ തിരുവെഴുത്തുകളെ നാം ഉറച്ചു വിശ്വസിക്കണം. ഇത് നമ്മുടെ ജീവിതത്തിന്റെ, കുടുംബത്തിന്റെ കേന്ദ്ര ബിന്ദുവായിരിക്കണം. യെശയ്യാപ്രവചനത്തിന്റെ പുസ്തകത്തിൽ അതിന്റെ 51-ാം അധ്യായം 1 മുതൽ ഉള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവം വലിയ വാഗ്ദത്തമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. 2-3 കാര്യങ്ങൾ ഞാൻ പറയാതിനകത്തുണ്ട്. ഒന്ന്, കർത്താവ് പറഞ്ഞേക്കുന്നു, നാശത്തെക്കാൾ ഞാൻ എന്റെ സാന്നിധ്യം കൊണ്ട് നിന്നെ അനുഗ്രഹിക്കും. God is promising His presence and not destruction. സാത്താൻ എപ്പോഴും എന്ന് പറയും, നീ ശരിയാകത്തില്ല, നിന്റെ കുഞ്ഞ് ശരിയാകത്തില്ല, നിന്റെ ഭർത്താവ് ശരിയാകത്തില്ല, അവൻ പഠിക്കത്തില്ല, അച്ഛനെ ബഹുമാനിക്കണ്ട, ആ പള്ളി പോകണ്ട, നീ അവിടെ പോ. ഇതെല്ലാം ഇങ്ങനെ പറഞ്ഞിരിക്കും. നമ്മൾ എപ്പോഴും അങ്ങോട്ടാ ആകർഷിക്കപ്പെടുന്നു. കർത്താവ് പറയുന്നു, ഐ കെയിം ടു ഗിവ് യു ലൈഫ് ആൻഡ് ലൈഫ് അബണ്ടന്റ്ലി. ഞാൻ നിനക്ക് ജീവൻ, സമൃദ്ധിയായ ജീവൻ തരുവാനത്രേ വന്നു. ദൈവത്തിന്റെ പക്കൽ ഒന്നിനും കുറവില്ല. അപ്പം നാശമല്ല, മറിച്ച് എന്റെ സാന്നിധ്യം, എന്റെ അനുഗ്രഹം, എനിക്കുള്ളതെല്ലാം കൊണ്ട് നിന്നെ അനുഗ്രഹിക്കുക എന്നുള്ളതാണ് എന്റെ ഉദ്ദേശം. പിന്നെ കർത്താവ് പറയുന്നു, സൗഖ്യവും ഒരു നല്ല ഭാവി പ്രത്യാശ, ഹീലിംഗ് ആൻഡ് ഹോപ്പ്. ഇത് നമുക്ക് രണ്ടും അത് ആവശ്യം അല്ലേ? ഇത് രണ്ടിനു വേണ്ടിയാ ജനങ്ങൾ ഓടുന്നു. ഹീലിംഗ്, നമ്മൾ സാധാരണ ഹീലിംഗ് എന്ന് പറയുമ്പം രോഗസൗഖ്യം, ഈ ശരീരത്തിന്റെ സൗഖ്യമാണ്. നോ, എത്രയോ വൈകാരികമായ ലോകത്തിൽ ലോൺലിനെസ്, ഒറ്റപ്പെട്ട്, എല്ലാവരാലും തള്ളപ്പെട്ട്, നിരാലംബരായി
എനിക്ക് ആരും ആശ്രയിക്കാനില്ല എന്ന് ചിന്തിച്ച് നടക്കുന്ന എത്രയോ പേരുണ്ട്. രോഗസൗഖ്യം മാത്രമല്ല, പാപത്തിൽ നിന്നുള്ള വിടുതൽ മാത്രമല്ല, മനോരോഗത്തിന് വേണ്ടിയുള്ള സൗഖ്യം മാത്രമല്ല, എല്ലാറ്റിനും God says, I bring healing. ഹീലിംഗ് തന്ന അന്നേരത്തെ സുഖം മാത്രമല്ല, ഒരു നല്ല ഭാവി പ്രത്യാശ. സാധാരണ നമ്മൾ കേൾക്കുന്ന ഒരു വചനമാണ്, ഞാൻ നിന്നെ വാലല്ല അല്ലെ. അത് നല്ല വാക്യമാണ്. അത് പെന്തക്കോസ്ത് ഉപദേശിമാർക്ക് വേണ്ടി മാത്രമുള്ളതല്ല, എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. ദൈവത്തിന്റെ പർപ്പസ് നിന്നെ രോഗം പിടിപ്പിച്ച് ഇല്ലായ്മയാക്കി അവസാനം ചത്ത് ഒരു ശവക്കുഴിയിൽ കൊണ്ടിടുക എന്നുള്ളതല്ല. നോ, ഗോഡ് സേസ് ഐ ബ്രിങ് ഹീലിംഗ് ആൻഡ് ഹോപ്പ്. അത് നമ്മൾ വിശ്വസിക്കണം, അത് നമ്മൾ ഏറ്റെടുക്കണം. നമ്മുടെ പഞ്ചായത്തിലേക്ക് അപ്പുറമായ രീതിയിലാണ് ദൈവം എന്നോട് പറയുന്നതെന്നും ഞാൻ എന്നോട് തന്നെ പറഞ്ഞ് എന്റെ ജീവിതത്തിൽ ആ വിശ്വാസത്തിന്റെ ശക്തി എല്ലായ്പ്പോഴും വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കണം. എന്നിട്ട് കർത്താവ് പറഞ്ഞു, ഐ വിൽ ലുക്ക് ടു യു വിത്ത് കമ്പാഷൻ. ഞാൻ നിന്നെ ദയയോടെ നോക്കും, മനസ്സലിവോടെ നോക്കും. അല്ലേ? അതല്ലേ വേണ്ടി? നമ്മുടെ വീട്ടിലെ അടിയും വഴക്കും അപ്പനും മക്കളും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കുർത്തിച്ച് ദേഷ്യപ്പെട്ട് അങ്ങനെ ഇരിക്കുന്ന ഒരവസരത്തിൽ ദയോടുകൂടെ മോനെ കുഴപ്പമില്ല, യു ആർ ഗുഡ് ബോയ് എന്ന് പറയുമ്പോഴത്തെ ആ കൊച്ചിന് എന്തോ ഒരു സന്തോഷമായിരിക്കും, അല്ലേ? കള്ളും കുടിച്ച് തലയാടി ചീത്ത വിളിച്ച് വരുന്ന ഒരു ഭർത്താവിനോട് രണ്ട് ചീത്ത നമ്മളങ്ങോട്ട് പറഞ്ഞാലോ അവൻ നല്ലതാവും, സൗഖ്യമാവും. ഇന്നോ അച്ചാച്ചാ ഇനിയും കുടിക്കരുതേ, നല്ല അച്ചാച്ചനാ, എനിക്ക് നല്ലതായിട്ട് കാണണം, നമുക്ക് പറയാൻ ബുദ്ധിമുട്ടാ. പക്ഷെ അത് പറഞ്ഞാൽ ചിലപ്പോ ഒറ്റ അടിക്ക് അവൻ സുഖപ്പെടും. ദയ, മറ്റുള്ളവർക്ക് ദയ കൊടുക്കുവാൻ, സ്നേഹം കൊടുക്കുവാൻ, കരുണ കാണിക്കുവാൻ, ക്ഷമിക്കുവാൻ, വിട്ടുകളയുവാൻ, ക്രോധത്തോടെയും ദേഷ്യത്തോടെയും അല്ല, ദയോടെ നോക്കുവാൻ നമുക്ക് സാധിക്കണം. തമ്പുരാൻ നമ്മളോട് പറയുന്നു, ഞാൻ നിന്നെ ദയോടെ നോക്കും. ഐ ലുക്ക് ടു യു വിത്ത് കൈൻഡ്നസ്, കമ്പാഷൻ, മേഴ്സി. അതാ ദൈവത്തിന്റെ വാക്തത്വം. പിന്നെ കർത്താവ് പറയുന്നു, ഐ വിൽ ഗിവ് യു സാൽവേഷൻ. ഞാൻ നിനക്ക് രക്ഷ. നമ്മളെല്ലാവരും സ്വർഗത്തിൽ പോകാൻ നോക്കിയിരിക്കുന്നവരാ, അല്ലേ? ദാറ്റ്സ് ഗുഡ്. പക്ഷേ ഇവിടെ കർത്താവ് നമ്മൾ പറയുന്നത് എന്താ? ഞാൻ നിന്നെ രക്ഷിക്കും, ഞാൻ നിന്നെ വിടുവിക്കും. നോ പവേഴ്സ് ഓഫ് earth, no powers of darkness will touch you. നമ്മള് ഒരു പിശാചിന്റെ ശബ്ദം കേൾക്കുമ്പോഴത്തേക്ക് ഓടി അലച്ച് പേടിച്ചു, അല്ലേ? നോ, no one can touch you. ദൈവത്തിന്റെ പൈതലായി കുടുംബത്തിലും വ്യക്തി ജീവിതങ്ങളിലും ദൈവത്തിന്റെ തിരുവഴുത്തുകൾ നമ്മളെ നയിക്കുവാൻ അനുവദിച്ചു കൊടുത്താൽ, I promise you, no devil will touch you. No. You are so secure. നാം വളരെ സുരക്ഷിതരാണ്. ഇവിടെ മാത്രമല്ല, നിത്യരക്ഷ തന്ന് ദൈവം നമ്മളെ അനുഗ്രഹിക്കും. ഈ വചനങ്ങൾ നമുക്ക് ശക്തി പകരും. അതുകൊണ്ട് ഒരു കുടുംബം അനുഗ്രഹിക്കപ്പെടുവാൻ, വ്യക്തി ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ, let us invite God and make God's word the center of everything. വിശുദ്ധ വചനം, തിരുവെഴുത്തുകൾ, അത് എന്റെ ജീവിതത്തിന്റെ കേന്ദ്രമാകണം. അത് പറയുന്നത് ഞാൻ വിശ്വസിക്കണം. ഇനി ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം.
നമുക്കെല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അപ്പം വചനമാകുന്ന ദൈവം ഇന്ന് നമ്മോട് ഈ വചനത്തിൽ കൂടെ സംസാരിക്കുമ്പോൾ ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് മിയർ വേർഡ്സ്, വാക്കുകൾ മാത്രമല്ല, ദൈവം തമ്പുരാൻ തന്റെ മുഴുവൻ ആളത്വത്തിൽ നമ്മോട് സംസാരിക്കുകയാണ്, നമ്മുടെ അടുത്ത് നിൽക്കുകയാണ്, തിരുവായി മൊഴി നമ്മോട് പറയുകയാണ്, നമ്മുടെ മനസ്സുകളെ ഉണർത്തുകയാണ്, നമ്മളെ വീണ്ടും ഓർപ്പിക്കുകയാണ്. എന്ത് പ്രശ്നങ്ങളായിരുന്നാലും അതെല്ലാം മാറ്റി ഐ ആം ബ്രിങ്ങിങ് യു സാൽവേഷൻ. അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഇത്രേ ഉള്ളൂ. ഞാൻ ചുരുക്കാം. നമ്മൾ ചെയ്യേണ്ടത് വേറൊരു വാക്യം പ്രവാചക പുസ്തകത്തിൽ, God, although he dwells in heaven, he also dwells among those who are broken, humble and contrite in spirit. ദൈവം ഉയരത്തിൽ വസിക്കുന്നവനെങ്കിലും താഴ്മയുള്ളവരുടെയും ഹൃദയനുറുക്കമുള്ളവരുടെ ഇടയിൽ, മനസ്താപമുള്ളവരുടെ ഇടയിൽ വസിക്കും. സോ ദൈവത്തെ നമ്മൾ കൂടുതൽ പ്രാപിക്കുന്നിടത്തോളം നമ്മുടെ അഹങ്കാരം പോവും, നമ്മുടെ തന്നിഷ്ടം പോവും, നമ്മുടെ ഗൗരവം പോവും, ഞാൻ എന്നുള്ള ഭാവം പോവും. നമ്മൾ കൂടുതലും ദൈവത്തെ പോലാകും, തകർന്ന നുറുങ്ങിയ ഹൃദയമുള്ളവരായി മാറും, അനുകമ്പയുള്ളവരായി മാറും. നമ്മുടെ ജീവിതത്തിൽ ദൈവം കൂടുതൽ കൂടുതൽ തന്റെ ആളത്വത്തിൽ വസിക്കുവാനിടയായിത്തീരും. അങ്ങനെ ഉള്ള ഒരു ജീവിതം നമുക്ക് നമ്മുടെ കുടുംബത്തിൽ വളർത്തിയെടുക്കാൻ സാധിക്കും. God resists the pride and gives grace to the humble. താഴ്മയുള്ളവർക്ക് അവൻ കരുണ ധാരാളം കൊടുക്കുന്നു, ഗർവികളെയോ അവൻ നിരസിക്കുന്നു. സോ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ നാം ദൈവത്തെ പോലാകുക. നമ്മൾ അഹങ്കാരികളെങ്കിൽ അതിനർത്ഥം വചനം ശരിക്കും വായിക്കുന്നില്ല, വചനം വായിക്കുന്നുണ്ടായിരിക്കും, അത് ഹൃദയസ്ഥമാക്കുന്നില്ല, അല്ലെങ്കിൽ അതിനനുസരിച്ച് നമ്മുടെ ജീവിതം തുടർമാനമായിട്ട് വേരൂന്ന് വളരുന്നില്ല. നമ്മളെ തന്നെ ഒന്ന് നോക്കിയിട്ട്, കർത്താവേ, ഞാൻ നിന്റെ വചനം എത്രത്തോളം കേട്ടു, ഞാൻ എവിടെയായിരിക്കുന്നു എന്നെ കാണിച്ചു തരണം. അവിടുന്ന് ആഗ്രഹിക്കുന്ന പോലെ എന്റെ ജീവിതമായി തീരുവാൻ, എന്റെ കുടുംബമായി തീരുവാൻ, എന്റെ ജീവിതം രൂപാന്തരപ്പെടുവാൻ അവിടുന്ന് എനിക്ക് കൃപ തരണമേ. അതിനായിട്ട് ഞാൻ എന്റെ ജീവിതത്തെ ഒന്നുകൂടെ സമർപ്പിക്കുന്നു. എന്റെ കുഞ്ഞുങ്ങളെ, എന്റെ കുടുംബത്തെ, എന്റെ ഭർത്താവ്, എന്റെ ഭാര്യ, എന്റെ അയൽവക്കാരൻ, എന്റെ സഭയെ, എന്റെ സമൂഹത്തെ. നമ്മൾ അങ്ങനെ ആയിത്തീരുമ്പോഴത്തേക്ക് നമ്മുടെ സമൂഹവും വ്യത്യാസമാണ്. നമ്മുടെ ജീവിതം ഒരു കുഞ്ഞ് യേശുവിനെ പോലെ സമൂഹത്തിലായിത്തീരും. നമ്മുടെ ജീവിതം കാണുന്നവർ കർത്താവിനെ കാണുവാനിടയായിത്തീരും, കർത്താവിനെ പ്രാപിക്കുവാനിടയായിത്തീരും. അങ്ങനെയുള്ള ഒരു വലിയ ജീവിതത്തിന്റെ ഉടമയായിത്തീരുവാൻ, വ്യക്തിത്വങ്ങളായിത്തീരുവാൻ, നമ്മുടെ കുടുംബങ്ങൾ അങ്ങനെ ആയിത്തീരുവാൻ ദൈവം തമ്പുരാൻ നമ്മളെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ചോദ്യം ഇതാണ്, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം എന്ന് നീ ചെയ്യും. What do you want me to do for you? കർത്താവേ, നിന്റെ വചനം അതുപോലെ വിശ്വസിക്കുവാൻ എനിക്ക് കൃപ തരണം. നിന്റെ വചനം എന്റെ കുടുംബത്തിന്റെ കേന്ദ്ര ബിന്ദുവായി തീരുവാൻ എനിക്ക് കൃപ തരണം. നിന്റെ വചനത്തിനാൽ എന്റെ കുടുംബം വളരുവാൻ, പ്രബലപ്പെടുവാൻ, എന്റെ ജീവിതം രൂപാന്തരപ്പെടുവാൻ എനിക്ക് കൃപ തരണം. Let that be our desire. അതായിരിക്കട്ടെ നമ്മുടെ ആഗ്രഹം. അടുത്ത ചോദ്യം, ഇത് ചെയ്തു തരുവാൻ എനിക്ക് കഴിയും എന്ന് നീ വിശ്വസിക്കുന്നു? അയാൾ പറഞ്ഞു, ഉവ്വ് കർത്താവേ,
ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ് എന്താ പറഞ്ഞേ? നിന്റെ വിശ്വാസം പോലെ നിനക്ക് ഭവിക്കട്ടെ. മറ്റേ വ്യക്തിയോട് പറഞ്ഞു, നീ പോക, നിന്റെ വിശ്വാസം നിന്നെ. സിമ്പിൾ. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം സംശയിക്കാം, അതതുപോലെ വിശ്വസിക്കുവാൻ, ഏറ്റെടുക്കുവാൻ, അതിനാൽ നമ്മുടെ ജീവിതം ക്രമീകരിക്കപ്പെടുവാൻ, രൂപാന്തരപ്പെടുവാൻ, അങ്ങനെ സമൂഹത്തെയും സ്വാധീനിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്റെ കൃപയാൽ നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എനിക്ക് വേണ്ടി, എന്റെ ഉൾപ്പെട്ട് നിൽക്കുന്ന ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ സുവിശേഷത്തിന്റെ സാക്ഷികളായി ഈ നാളുകളിൽ ശക്തിയോടെ നിലനിൽക്കാം. ലോകത്തിന്റെ ഇമ്പങ്ങളും പരീക്ഷകളും അതിൽ അകപ്പെട്ട് സ്വാധീനപ്പെട്ട് ഈ കളങ്കമറ്റ സുവിശേഷത്തിൽ നിന്ന് അകന്നു പോകാതെ ദൈവത്തിന്റെ പരമാർത്ഥമുള്ള മക്കളായി നമുക്ക് ജീവിക്കാം. ഈ വചനങ്ങളാൽ ദൈവം തമ്പുരാൻ നമ്മളെല്ലാവരെയും സഹായിച്ച് വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.